തിരുവനന്തപുരം നഗരത്തിൽ ശുദ്ധജല വിതരണം മുടങ്ങിയിട്ട് 4 ദിവസം. ഉച്ചയോടെ ജലവിതരണം പുനഃസ്ഥാപിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും. വിഷ്ണു, എന്താണ് ഇങ്ങനെ ജലവിതരണം തുടർച്ചയായി മുടങ്ങാൻ കാരണം? ഏതൊക്കെ രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്? ലിബീഷ്, തിരുവനന്തപുരത്ത് ജലവിതരണം മുടങ്ങാനുള്ള പ്രധാന കാരണം തന്നെ തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽവേ പാത വികസന ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി പൈപ്പ് ലൈൻ അലൈൻമെന്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പമ്പിംഗ് നിർത്തിയതാണ് പ്രധാനമായും കാരണം. അതോടൊപ്പം തന്നെ ഈ അരുവിക്കര ഡാമിൽ, അതായത് പ്രധാനമായും എല്ലായിടങ്ങളിലേക്കും വെള്ളം പമ്പ് ചെയ്യുന്ന അരുവിക്കര ഡാമിലെ ഒരു പ്ലാന്റ് അറ്റകുറ്റപ്പണിക്കായി തന്നെ പൂട്ടിയിട്ടിട്ടുണ്ട്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് തിരുവനന്തപുരത്ത് പലയിടത്തും വ്യാപകമായി ജലവിതരണം മുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളില്ല, കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി തന്നെ വലിയ രീതിയിലുള്ള ജലക്ഷാമമാണ് തലസ്ഥാനം നേരിടുന്നത്. എന്നാൽ ആദ്യത്തെ 1-2 ദിവസങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാൻ സാധിച്ചെങ്കിലും പിന്നീട് അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. മുന്നറിയിപ്പില്ലാതെ, കൃത്യമായ മുന്നറിയിപ്പ് ജല അതോറിറ്റി നൽകിയിരുന്നില്ല എന്നുള്ള ആക്ഷേപം ഉയരുന്നുണ്ട്. അത് ജനങ്ങൾക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ഇന്ന് രാവിലെയോടെ ജലവിതരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിൽ ചേർന്ന യോഗത്തിലും അതോടൊപ്പം മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഒക്കെ, മന്ത്രി വി ശിവൻകുട്ടിയും ഒക്കെ നടത്തിയ ചർച്ചയിൽ ഇക്കാര്യം ഒരു തീരുമാനമായിട്ടുള്ളത്. ഏതായാലും ഈ ശക്തമായ ഒരു ജലവിതരണം മുടങ്ങിയിരിക്കുന്ന സാഹചര്യം വളരെ വൈകാതെ തന്നെ മാറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നിലവിൽ ജലക്ഷാമമുള്ള ഇടങ്ങളിൽ ടാങ്കർ ലോറികളെ പമ്പ് ചെയ്യുമെന്ന് അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തോടെ തന്നെ പല മേഖലകളിലേക്കും ജലവിതരണം തുടങ്ങും. ഇനി അവശേഷിക്കുന്ന വളരെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് 2 ദിവസങ്ങൾ കൂടി ജലവിതരണം മുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവിടേക്ക് കൃത്യമായ ജലം എത്തിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയതായാണ് വിവരം. അതോടൊപ്പം തന്നെ ഈ തലസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായാണ് ഇത്രയും ദിവസം ജലവിതരണം പൂർണ്ണമായി മുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. ലിബീഷ്. ശരി വിഷ്ണു, തിരുവനന്തപുരം നഗരത്തിൽ ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കാൻ ശ്രമം തുടരുന്നു.